അരുണം സ്കൂൾ ഓഫ് മിസ്റ്റിസിസം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ DNA അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്കാണ് നാം സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ അറിവിലേക്കാണ് നാം സഞ്ചരിക്കുന്നത്. ഇത് നമുക്ക് 3 നക്ഷത്രങ്ങളെ പരിചയപ്പെടാം, അതിൻ്റെ അറിവുകളെ നേടാം. വളരെ പ്രാധാന്യമുള്ള 3 നക്ഷത്രങ്ങൾ എന്ന് തന്നെ പറയാവുന്ന, കാരണം ഈ 3 നക്ഷത്രങ്ങളും ശനിയുടെ DNA കണക്ടിവിറ്റിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് എന്നുള്ളത് ഈ ചാനൽ കണ്ടിന്യൂ ആയിട്ട് കണ്ടുവരുന്നവർക്ക് ഈ ഒരു അറിവുണ്ടാകും. ശനിയുടെ DNAയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ അതിൻ്റെ നക്ഷത്രങ്ങളുടെ ചില നക്ഷത്രങ്ങളെ, ചോതി പോലുള്ള നക്ഷത്രങ്ങളെ നാം ഇതിനു മുമ്പ് മനസ്സിലാക്കിയിരുന്നു, അതിൻ്റെ ഡെപ്തായിട്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു അതിൻ്റെ വിവരങ്ങൾ. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ശനി എൻ്റെ സ്വന്തം കോടതി എന്ന വീഡിയോ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ DNA അസ്ട്രോളജി എന്ന പ്ലേലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ശനി എൻ്റെ സ്വന്തം കോടതി ചോതി നക്ഷത്രം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു നക്ഷത്രത്തിൻ്റെ അല്ലെങ്കിൽ ശനിയുടെ DNA കുറിച്ചുള്ള അറിവ് ലഭിക്കും. അതുപോലെ തന്നെ ഒട്ടേറെ വീഡിയോസ് ശനിയുടെ DNA ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പരമ്പരയായിട്ട് തന്നെ നിരവധി വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണുവാൻ ശ്രമിക്കുമല്ലോ. അതിനോടൊപ്പം നമുക്ക് അല്പം കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഉപകരിക്കുന്ന ഒരു വിവരമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ചോതി നക്ഷത്രം മാത്രമല്ല, അതിനോടൊപ്പം മറ്റ് 2 നക്ഷത്രങ്ങൾ കൂടി ശനിയുടെ DNAയിൽ വരുന്നു. അത് ഒന്ന് പുണർദം നക്ഷത്രമാണ്, മറ്റൊന്ന് അവിട്ടം നക്ഷത്രം. ഈ 3 നക്ഷത്രങ്ങൾ പുണർദം, ചോതി, അവിട്ടം എന്നീ 3 നക്ഷത്രങ്ങൾ ശനിയുടെ DNA കണക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ശനിയുടെ പൂർവ്വജന്മ കണക്ടിവിറ്റി കർമ്മങ്ങളുമായിട്ട് ബന്ധിതമാണ് ഈ 3 നക്ഷത്രങ്ങൾ. അതിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരുപക്ഷെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക്, ഇത് ഏതെങ്കിലും വ്യക്തികളുടെ ജന്മനക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രവചനം ഒന്നും തന്നെയല്ല. ഇവിടെ പ്രവചനങ്ങൾക്ക് പ്രസക്തിയില്ല. നമ്മുടെ പഠനങ്ങൾക്ക് അറിവ് നേടലിനാണ് പ്രാധാന്യം. ഞാൻ ആരാണെന്നും എൻ്റെ ഉള്ളിലെ ഊർജ്ജം എന്താണെന്നുമുള്ള അറിവ്, അല്ലെങ്കിൽ ഞാൻ എന്ത് കർമ്മത്തിന് വേണ്ടി, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുന്നു എന്നതിൻ്റെ തിരിച്ചറിവിലേക്കുള്ള സഞ്ചാരമാണ് നമ്മുടെ ഓരോ വീഡിയോസും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളണമെന്ന് ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ 3 നക്ഷത്രങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ശനിയുടെ DNA ആയിട്ട് ബന്ധപ്പെട്ട് ആ പൂർവ്വജന്മ കർമ്മങ്ങൾ എങ്ങനെ ഇവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ സീക്രട്ട് എന്താണ്? തീർച്ചയായിട്ടും സീക്രട്ട് അറിഞ്ഞാൽ നമുക്ക് മറ്റ് പരിഹാരങ്ങൾ തേടിയുള്ള പരക്കം പാച്ചലിൽ നിന്നും കുറച്ചൊക്കെ ഒന്ന് മുക്തമായിട്ട് ജീവിതത്തിൽ ശ്രദ്ധിക്കുവാനും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും വിജയിക്കുവാനും സാധിക്കും. റിയാലിറ്റിയിലേക്ക് തിരിച്ചറിവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് അതിൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പ്രത്യേകിച്ച് ഓരോ നക്ഷത്രങ്ങൾക്കും അങ്ങനെ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന ഒന്നിലധികം പോയിന്റുകളുണ്ടെങ്കിലും നമ്പർ 1 പോയിന്റ് എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന ഒരു പോയിന്റ് ഈ 3 നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം തന്നെ ഇപ്പോൾ ജ്യോതിശാസ്ത്രമായാലും ശരി, അത്തരത്തിലുള്ള ശാസ്ത്രങ്ങളെയൊക്കെ ആശ്രയിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നാം നിരന്തരം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി തേടിയും, അപ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാഗ്യത്തിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാർഗ്ഗങ്ങൾ അവലംബിച്ചാൽ ഓരോ വ്യക്തികൾക്കും അവരവരുടെ ഗ്രഹനില പ്രകാരം അതിനെ നേടിയെടുക്കാം എന്നുള്ള ചിന്തകളിലേക്കാണ് സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള നാം ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. ഭാഗ്യം തേടിയുള്ള യാത്ര, അല്ലെങ്കിൽ ഭാഗ്യം ലഭിക്കുമോ,
അത് എവിടെ നിന്ന് ലഭിക്കും, എങ്ങനെ ലഭിക്കും എന്നുള്ള ചിന്തകളൊക്കെ തന്നെ ഏതൊരു സാധാരണ മനുഷ്യനെയും അലട്ടുന്നുണ്ട്. കാരണം അത്രമേൽ കഠിനമാണ് ഓരോ വ്യക്തികളുടെയും ജീവിത അനുഭവങ്ങളും ജീവിത സഞ്ചാരങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എന്നത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും സഞ്ചരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഈ 3 നക്ഷത്രങ്ങളിലേക്ക് വരുമ്പോൾ, ശനിയുടെ DNA വരുന്ന ഈ 3 നക്ഷത്രങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഈ 3 നക്ഷത്ര ജാതകർ, അല്ലെങ്കിൽ നക്ഷത്ര ജാതകർ എന്ന് ഞാൻ പറയുന്നില്ല, നക്ഷത്രവുമായിട്ട് അവരവരുടെ ജന്മ ലഗ്നം അല്ലെങ്കിൽ ലഗ്ന അധിപൻ പോയി നിൽക്കുന്ന നക്ഷത്രമായിട്ട് ഈ 3 നക്ഷത്രങ്ങൾ വരിക, അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രങ്ങളുമായിട്ട് ഈ നക്ഷത്രങ്ങൾ വരിക. അതുമല്ലെങ്കിലോ ഇന്ന് എല്ലാവരും ജോലി എന്നുള്ള വിഷയത്തിൽ വളരെയധികം വ്യാപൃതരാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ കർമ്മവുമായിട്ട്, ജോലിയുമായിട്ട്, 10ാം ഭാവവുമായിട്ട്, 10ാം ഭാവ അധിപനുമായിട്ടോ ഈ പറയുന്ന 3 നക്ഷത്രങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിലും നമുക്ക് ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ഏതെങ്കിലും ഒരു ജന്മ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ജീവിതത്തിൻ്റെ പ്രെഡിഷൻ അല്ല എന്നുള്ളത്. ഓക്കെ, അതുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ഈ 3 നക്ഷത്രങ്ങൾ ബന്ധപ്പെടുമ്പോൾ അത് ബന്ധപ്പെടുന്നവർ സ്വാഭാവികമായിട്ടും എന്താണ് വേണ്ടത്? ഈ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിൽ നിന്നും ആദ്യം തന്നെ മാറ്റിവെക്കുക. ഏതൊരു ചിന്തയെ? ഭാഗ്യം തേടിയുള്ള സഞ്ചാരം എന്നുള്ള ചിന്തയെ. ഭാഗ്യം തേടി ഒരിക്കലും സഞ്ചരിക്കേണ്ടതില്ല എന്നർത്ഥം. അപ്പോൾ ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം ഇല്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ ഭാഗ്യം എനിക്ക് ഉണ്ടാകില്ല എന്നാണ് ഒരു ചോദ്യം വരിക അല്ലേ സ്വാഭാവികമായിട്ട്. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ പിന്നിലുള്ള ആ കാർമിക കണക്ടിവിറ്റിയെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് വേണം. അതാണ് തിരിച്ചറിവ് എന്ന് നാം നേരത്തെ പറഞ്ഞത്. പ്രത്യേകിച്ച് ശനിയുടെ DNA ഏതൊരു വിഷയമായാലും ശരി, നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ, നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ ലൈഫിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഈ കറണ്ട് ലൈഫിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇന്നലെ വരെ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇന്ന് എന്ന് പറയുന്നത് അല്ലേ. സ്വാഭാവികമായിട്ടും ഇന്നലെ വരെ നാം ചെയ്തു വന്ന കർമ്മങ്ങളുടെ അനന്തരഫലമാണ് ഇന്ന് നാം ഇവിടെ ജീവിച്ചിരിക്കുന്നതും ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നതും. അത് ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ കണക്ടിവിറ്റികളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത കർമ്മത്തിൽ നിന്നാണ് നാം ജനിച്ചത് തന്നെ അല്ലേ. അപ്പോൾ കർമ്മങ്ങൾക്ക്, അല്ലെങ്കിൽ പൂർവ്വജന്മ കർമ്മങ്ങൾക്ക്, കഴിഞ്ഞ കാല കർമ്മങ്ങൾക്ക് വളരെയധികം ബന്ധമുണ്ട് നമ്മുടെ ലൈഫുമായിട്ട്, ഏതൊരു വ്യക്തിയുടെയും. അതിൽ യാതൊരു സംശയവുമില്ല. അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾക്കോ മറ്റ് വാദപ്രതിവാദങ്ങൾക്കോ തന്നെ യാതൊരു പ്രസക്തിയുമില്ല. കാരണം അത് അപ്രസക്തമാണ് എന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞു. എന്താണ്? മാതാപിതാക്കളുടെ കർമ്മമില്ലാതെ നമ്മളില്ല. അവർ ചെയ്ത പൂർവ്വജന്മത്തിൽ ചെയ്ത അവരുടെ കർമ്മം, പൂർവ്വ കാലഘട്ടങ്ങളിൽ അവർ ചെയ്ത കർമ്മങ്ങളുടെ അനന്തരഫലമാണ് നമ്മൾ എന്നുള്ളത്. അതുപോലെ തന്നെ അത് പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ കർമ്മങ്ങളുടെ കണക്ടിവിറ്റിയും ആഗ്രഹങ്ങളുടെയും ഒക്കെ തന്നെ ചിന്താധാരകളുടെയും മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ തന്നെ കണക്ടിവിറ്റികൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ജനിതക ഘടനയിലൂടെ, DNA കൈമാറി വരുന്ന രോഗാദി ദുരിതങ്ങളായാലും ശരി, സ്വഭാവ സവിശേഷതകളായാലും ശരി, നമ്മുടെ രൂപഭാവങ്ങളായാലും ശരി, എല്ലാം നാം കടമെടുത്ത് വരുന്നതാണ് അല്ലേ. വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണ് ജനിതക ഘടനയിലൂടെ. അങ്ങനെ എല്ലാം തന്നെ കഴിഞ്ഞുപോയ കാലവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ 3 നക്ഷത്രങ്ങൾ, പുണർദം, ചോതി, അവിട്ടം നക്ഷത്രങ്ങൾ ഇത്തരത്തിൽ ഒരു ഗ്രഹനിലയിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ, കണക്റ്റഡ് ആകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പൂർവ്വജന്മങ്ങളിൽ, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ, ജന്മജന്മാന്തരങ്ങളുണ്ട് പൂർവ്വജന്മങ്ങളിൽ, പ്രത്യേകിച്ച് നിങ്ങളൊരു മനുഷ്യ ജീവിതത്തിൻ്റെ ജീവൻ്റെ വിലയെ ഉണർന്നിരുന്നില്ല എന്നതാണ്. അത് ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളിലാകാം. ഏത് വിഷയം എന്നുള്ളതിന് പ്രസക്തിയില്ല, എല്ലാ വിഷയങ്ങളിലും എന്ന് തന്നെ പറയാം. ഒരു മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യന് ലഭിക്കുന്ന എന്തൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചാൽ നാം സ്വന്തമാക്കുന്നുണ്ട്, നാം അനുഭവിക്കുന്നുണ്ട്, അത് സന്തോഷത്തോടു കൂടി നാം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആനന്ദത്തോടു കൂടി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ വിലയെ, മൂല്യത്തെ മനസ്സിലാക്കാതെ പോയി പൂർവ്വ ജന്മങ്ങളിൽ. സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് സന്തോഷം അല്ലേ, സന്തോഷം ആഗ്രഹിക്കാത്ത ആരുമില്ല അല്ലേ. പക്ഷെ അത് കിട്ടുവാനാണ് വളരെ ബുദ്ധിമുട്ട്. അത് തേടി പോകുന്നവരുണ്ട്, അവരെ തേടിയെത്തുകയും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം എന്നത് എല്ലാ കാലത്തും നമുക്ക് ഒരുപോലെ അനുഭവിക്കാനും പറ്റാറില്ല. പലപ്പോഴും അത് മാറി തിരിഞ്ഞൊക്കെ വരാറുണ്ട്. അപ്പോൾ സന്തോഷത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് അതിൻ്റെ വിലയെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും പൂർണ്ണമായിട്ടുള്ള സന്തോഷം കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ ആ സന്തോഷത്തിൻ്റെ വിലയെ മനസ്സിലാക്കുമോ? അല്ലേ. എപ്പോഴും നമുക്ക് ആഹ്ലാദം നൽകുന്നു, സന്തോഷം നൽകുന്നു, ഹായ് ഹായ് എന്ന് പറഞ്ഞ് നമ്മൾ ജീവിച്ചാൽ നമുക്കതിൻ്റെ വിലയെ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുമോ? തീർച്ചയായിട്ടുമില്ല. ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. എന്താണ് സന്തോഷം എന്നുള്ള പോലും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. കാര്യം നമുക്കത് നമ്മൾ ജനിച്ച ആ പോയിന്റ് മുതൽ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ, 24 മണിക്കൂർ നമുക്ക് സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ നമ്മൾ അറിയുന്നില്ല. എന്നാൽ അതിനിടയ്ക്ക്
ആ സന്തോഷങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നു നിറഞ്ഞാലോ? അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാലോ? ജീവിതത്തിൽ ഏർപ്പെടുന്ന ഓരോ കാര്യങ്ങളിലും, അല്ലെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഏതൊരു കാലഘട്ടങ്ങളിലും, കുടുംബജീവിതത്തിലായാലും ശരി, വെളിയിൽ കർമ്മ മേഖലയിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇങ്ങനെ അടിക്കടി വന്ന് ദുഃഖങ്ങളേന്ന് പറഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നാം ഉണരുന്നത് സന്തോഷത്തിനെ കുറിച്ചുള്ള ചിന്തയിലേക്ക്. അയ്യോ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുന്നു? എനിക്ക് മറ്റുള്ളവരെ പോലെ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല, ആനന്ദിക്കാൻ സാധിക്കില്ല, എനിക്ക് അതുപോലെ ധനം നേടാൻ സാധിക്കുന്നില്ല, അതുപോലെ ഒരു വീട് ലഭിക്കുന്നില്ല, അതുപോലെ ഒരു വാഹനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം ധരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് മനസമാധാനം എന്ന് പറയുന്നത് പോലും കിട്ടുന്നില്ല എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നിടത്ത്, നമ്മൾ അനുഭവിക്കുന്നിടത്താണ് സന്തോഷത്തിൻ്റെ മൂല്യത്തെ നാം ഉണരുന്നത്, അല്ലേ? വളരെ സിമ്പിൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൂർവ്വജന്മത്തിൽ എന്താണ് നമുക്ക് ആവശ്യം പോലെ ഈ ജന്മത്തിൽ നമ്മൾ എന്താണ് നമുക്ക് കിട്ടാതെ പോകുന്നത്, ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിടുന്ന ആ വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ ധാരാളം അനുഭവിച്ചു. എങ്ങനെ? അതിൻ്റെ വിലയെ മനസ്സിലാക്കാതെ, അതിൻ്റെ മൂല്യത്തെ ഉണരാതെ നാം അനുഭവിച്ചു എന്നർത്ഥം. ആവശ്യത്തിലധികം അനുഭവിച്ചു എന്നർത്ഥം. എന്നാൽ അതിൻ്റെ മൂല്യത്തെ ഉണരാതെ അതൊരു പക്ഷേ തൻ്റെ തന്നെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ മഴങ്ങിയിട്ട്, ആ ഒരു ആനന്ദത്തിലും സന്തോഷത്തിലും ഒക്കെ മഴങ്ങിയിട്ട് തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ കൂടി അതിനോടൊപ്പം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയാം. മറ്റൊരു വിഷയത്തിലേക്ക് അതിൽ വന്നാൽ നമുക്കിന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ജോലി ഒരു കർമ്മം, അല്ലേ? ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് അനിവാര്യമാണല്ലേ? ജോലി ഇല്ലാതെ ഇന്ന് നമുക്ക് ജീവിച്ചു പോകാൻ സാധിക്കില്ല. ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ധനം കൊണ്ട് വേണം നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട്. ഒരു ജോലി ലഭിക്കാതിരുന്നാലോ? ജോലി ലഭിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളോളം നീണ്ട കാലം നമ്മൾ ഒരു ജോലിയിൽ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് മറ്റുള്ളവരുടെ കീഴിൽ നിന്ന് അവരുടെ കുത്തുവാക്കുകളും മറ്റുമൊക്കെ കേട്ടുകൊണ്ട് അപമാനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് 10 പേര് ചെയ്യേണ്ടുന്ന ഹാർഡ് വർക്കും ചെയ്തുകൊണ്ട് ഒരു ജോലിയൊക്കെ ചെയ്തിട്ടും യാതൊരു നേട്ടവും ഉണ്ടാകാതിരിക്കുമ്പോൾ, ഒരു ദിവസം പോലും സന്തോഷത്തോടെ ആഹാരം കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ, അപ്പോഴാണ് നമുക്ക് ആ ജോലിയെക്കുറിച്ചുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ വിലയെ നാം മനസ്സിലാക്കുക. എന്താണ് അർത്ഥം? പൂർവ്വജന്മത്തിൽ ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ കർമ്മത്തെ, ജോലിയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്തിട്ടുണ്ടാകുമെന്ന് അർത്ഥം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പോൾ ഫീലിംഗ് വരുന്നുണ്ടല്ലേ? നമ്മളൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുന്നു എന്ന് കരുതുക. അവിടെ ഹാർഡ് വർക്ക് ചെയ്ത മുതലാളിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്രൂരകൃത്യങ്ങളും സഹിച്ച്, വെറുതെ പറയുന്നതാണ് കേട്ടോ, ക്രൂരകൃത്യങ്ങളൊക്കെ സഹിച്ച്, അപമാനങ്ങളൊക്കെ സഹിച്ച് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ അങ്ങനെ കഷ്ടപ്പെട്ട് അപമാനങ്ങളും ദുഃഖങ്ങളൊക്കെ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വിലയെ മനസ്സിലാകും, അല്ലേ? ഞാൻ എന്തുമാത്രം ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, അതിനുവേണ്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതേപോലെ ഒരു അനുഭവം നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മം കൊണ്ട് മറ്റൊരാൾക്ക് നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലോ? ആ മുതലാളിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിലോ? പൂർവ്വജന്മത്തിൽ നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ? തീർച്ചയായിട്ടും റിട്ടേൺ കിട്ടുന്നെന്ന് അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 നക്ഷത്രങ്ങൾക്ക് വളരെ കഠിനമായിട്ടുള്ള, മറ്റേതൊരു നക്ഷത്രങ്ങളെക്കാളും കഠിനമായിട്ടുള്ള കാർമിക കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള, നമുക്കെല്ലാം കാർമിക കണക്ടിവിറ്റിയിൽ വരുന്നതാണ്. പക്ഷേ ശനിയുടെ DNA വരുന്ന ഈ 3 നക്ഷത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ കാർമിക് ഡെപ്റ്റ് നമ്പർ എന്നൊക്കെ ന്യൂമറോളജിയിൽ പറയുന്നത് പോലെ, ചില നമ്പറുകൾക്ക് അങ്ങനെ പറയുന്നു, അതുപോലെ ഒരു സീൽഡ് ചെയ്യപ്പെട്ട നക്ഷത്രമാണ് ഈ 3 നക്ഷത്രങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യാവൂ, അല്ലെങ്കിൽ ഇതിനെ സമീപിക്കാവൂ നക്ഷത്രങ്ങളിലേക്ക് വരുമ്പോൾ. അത് ഏത് അർത്ഥത്തിലാണെങ്കിലും ശരി. സ്വാഭാവികമായിട്ടുള്ളൊരു ചേഞ്ചസോ അല്ലെങ്കിൽ പ്രതിഫലനമോ ഒന്നും ഈ നക്ഷത്രങ്ങളിൽ നിന്ന് ലഭിക്കില്ല. വളരെ കൃത്യമായിട്ട് നീതിധർമ്മം, അണുവിട മാറാത്ത നീതിധർമ്മമാണ് ശനി എന്ന് പറയുന്നത്, അല്ലേ? കർമ്മഫലം അതുപോലെ. അപ്പോൾ അവിടെ ഒരു എക്സ്ക്യൂസിന് ഇടമില്ല എന്നർത്ഥം. എക്സ്ക്യൂസ് ഇല്ല. അപ്പോൾ എക്സ്ക്യൂസ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ അവിടെ ഭാഗ്യത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്ത് കാര്യം? അതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഒരു മെസ്സേജ്. അത്രയേ ഉള്ളൂ. ഭാഗ്യം എന്ന് പറയുന്ന കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള യോഗ്യത ഉണ്ടാകണം, അല്ലേ? സ്വാഭാവികമായിട്ടും അതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ പിന്നെ അതിലേക്ക് സഞ്ചരിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്ത് കാര്യം? യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഭാഗ്യങ്ങൾക്ക് പിന്നാലെ, ഭാഗ്യം തേടി അലയേണ്ടതില്ല. ഈ 3 നക്ഷത്രങ്ങളായിട്ട് ലിങ്ക് വരുന്ന, അല്ലെങ്കിൽ ജന്മനക്ഷത്രമല്ല, വീണ്ടും ആവർത്തിക്കുന്നു. വിധി, മതി, ഗതി എന്നിങ്ങനെ DNA അസ്ട്രോളജി പറയും. ലഗ്നം നിൽക്കുന്ന നക്ഷത്രം, ലഗ്നാധിപൻ നിൽക്കുന്ന നക്ഷത്രം, ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം, അതല്ലെങ്കിൽ കർമ്മഭാവവുമായിട്ട് 10ാം ഭാവമായിട്ട് ബന്ധപ്പെടുന്നവർ സ്വാഭാവികമായിട്ടും ഭാഗ്യത്തിന് പുറമെ അലയേണ്ടതില്ല. അത് കിട്ടുകയോ കിട്ടാതിരിക്കുക, ആ ചിന്ത തന്നെ വിടുക. വരികയോ വരാതിരിക്കട്ടെ, ആ ചിന്ത അങ്ങ് വിട്ട് കളയുക. ആ ചിന്തകൾക്ക് പിന്നിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് സക്സസ് ലഭിക്കില്ല.
നിങ്ങൾക്കത് ദോഷകരമായിട്ട് മാറുകയും ചെയ്യും. അർഹതയില്ലാത്തതിനെ പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതില്ല എന്നർത്ഥം. ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കില്ല. ഒരൊറ്റ പോയിന്റിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കൂ. അത് ഒരൊറ്റ പോയിന്റ്, ഹാർഡ് വർക്ക്. അതിൽ കുറഞ്ഞ ഒരു സൊല്യൂഷനും ഈ 3 നക്ഷത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇല്ല തന്നെ. നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. എന്തൊക്കെ അപമാനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നാലും ശരി, താങ്ങുക. കാരണം അതിൻ്റെ വിലയെ നിങ്ങൾ മനസ്സിലാക്കിയില്ല പൂർവ്വജന്മത്തിൽ. ഈ ജന്മത്തിൽ മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കി തരുവാനായിട്ടാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ജനിച്ചത് എന്നർത്ഥം, ഒരു മനുഷ്യ ജീവൻ്റെ വിലയെ. അപ്പോൾ അത് നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിടുന്നു, അധികമായിട്ട് നേരിടുന്നു എന്നെങ്കിൽ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ പൂർവ്വജന്മത്തിൽ അതിൻ്റെ മതിപ്പിനെ ഉണരാതിരുന്നത്. അതൊരു കുടുംബ ബന്ധത്തിലാണെങ്കിൽ, ഫാമിലി ലൈഫിലാണെങ്കിൽ, ജീവിത പങ്കാളിയുമായിട്ട് ജീവിതത്തിലാണ് നിങ്ങൾക്ക് ഫെയിൽഡ് ആകുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് മനസ്സിലാക്കണം? നിങ്ങൾ ആ വിഷയത്തെ ഗൗരവമായിട്ട് കണ്ടിരുന്നില്ല പൂർവ്വജന്മത്തിൽ. അതുകൊണ്ട് പൊന്നുപോലെ ആ ഭാവത്തെ, ആ വിഷയത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. വളരെ ശ്രദ്ധയോടെ, വിട്ടുകൊടുക്കരുത്. വളരെ ശ്രദ്ധയോടെ എന്തൊക്കെ ത്യാഗങ്ങളും എന്തൊക്കെ അപമാനങ്ങളും എന്തൊക്കെ ദുഃഖങ്ങളും നേരിടേണ്ടി വന്നാലും ശരി, ആ ഭാവത്തെ വിട്ടുകൊടുത്തുകൊണ്ട്, ജീവിത പങ്കാളി വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ സ്വയം പരാജയപ്പെടുവാൻ പാടില്ല. കാര്യം അവിടെ നിങ്ങൾ തോൽക്കുന്നു എന്നർത്ഥം. നിങ്ങൾ ജയിക്കേണ്ടത് ഏതിലൂടെയാണ്? നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ, സമർപ്പണത്തിലൂടെ, പൂർണ്ണ സമർപ്പണത്തിലൂടെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ഹാർഡ് വർക്ക്. 10 പേരുടെ ജോലിയെങ്കിൽ ചെയ്യുക. അവിടെ എക്സ്ക്യൂസ് പറയാനില്ല. എന്താണ്, നമ്മൾ കഠിനമായിട്ടുള്ള ജയിൽ ബന്ധനം എന്ന് പറയുന്നത് പോലെ ജയിൽ ബന്ധനം അനുഭവിക്കുകയും വേണം, നല്ലതുപോലെ ജോലി എടുക്കുകയും വേണം. റിയാലിറ്റിയിലേക്ക് ഉണരുക. വെറുതെ മറ്റ് മായയിലേക്ക് സഞ്ചരിക്കാതിരിക്കുക, കർമ്മം ചെയ്ത് മുന്നേറുക എന്നത് മാത്രമാണ് ഇവിടെ പോകാൻ വഴി. അതൊരു ജോലിയാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു ജോലി ഇല്ല, നമ്മൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടുകയാണെങ്കിൽ എന്തു വേണം? പിന്തിരിഞ്ഞ് നോക്കേണ്ടതില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടതില്ല, ചെയ്തുകൊണ്ടേയിരിക്കുക. ഡു ഇറ്റ്. അതാണ് ഈ 3 നക്ഷത്രങ്ങൾ. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഒരു വ്യക്തിയുടെ ലഗ്നമായിട്ട് വരികയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ എന്താണ്? പൂർണ്ണമായിട്ടും ഹാർഡ് വർക്ക്. അതിൽ കുറഞ്ഞ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളത്. അതുപോലെ കർമ്മവുമായിട്ട് ബന്ധപ്പെടുക ആ വ്യക്തിയുടെ ജോലി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഹാർഡ് വർക്ക് തന്നെയായിരിക്കും. അവിടെ വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല, മറിച്ചോ തിരിച്ചോ ഒന്നും ചിന്തിക്കേണ്ടത്. അതിലെന്ത് കിട്ടുന്നു എന്ത് കിട്ടുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. എനിക്ക് ഭാഗ്യമുണ്ടാവും, എന്നെങ്കിലും ഭാഗ്യമുണ്ടാവും, എന്നെങ്കിലും ഞാൻ രക്ഷപ്പെടുമോ, എന്തെങ്കിലും ഇതിൽ നിന്ന് കരകയറുമോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഈ കണക്ടിവിറ്റിയിൽപ്പെട്ടവർ മനസ്സിലാക്കിക്കൊള്ളണം. DNA, ശനിയുടെ DNA വന്നാൽ വിക്രമാദിത്യൻ്റെ വേതാളത്തിനെയും കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കും പലർക്കും. അതിലേക്ക് ചിന്ത പോവുക. പരീക്ഷണങ്ങൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും, ഒന്നിൽ നിന്നും ഒന്നിലേക്ക് ഇങ്ങനെ മാറി മാറി നിങ്ങളുടെ തോളിലേക്ക് പരീക്ഷണങ്ങൾ ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് ഇങ്ങനെ വന്ന് നിറയും. അത് റിയാലിറ്റിയാണ്. അത് ഉൾക്കൊള്ളാതെ ഇനി ഞാൻ ഇത്രയും പറയുന്നു, അത് ക്രൂരമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ അസ്ട്രോളജി എന്ന് പറയുന്ന പരിഹാരം കാണേണ്ടതല്ലേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടുന്ന ഒരു ശാസ്ത്രമല്ലേ, അതിലിങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അതിലും നോ രക്ഷ. എനിക്കൊരു മാർഗവും നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. കാരണം അത് റിയാലിറ്റിയാണ് എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ, ഓരോരുത്തർ ജീവിതങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് വളരെ കൃത്യമായിട്ട് അവിടെ ആ ശനിയുടെ സീൽഡ് നമുക്ക് ആ വ്യക്തികളിൽ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളത്. ശനിയുടെ സീൽഡ് പതിഞ്ഞ വ്യക്തികളാണ് ഈ വ്യക്തികളെന്നർത്ഥം. അപ്പോൾ അതിൽ നിന്ന് മാറിയൊരു സഞ്ചാരമില്ല. കർമ്മം ചെയ്യുക എന്നുള്ളതിനൊപ്പം ചെയ്യാതിരുന്ന കർമ്മങ്ങൾ, ഡ്യൂട്ടീസ്, പൂർവ്വജന്മത്തിൽ ചെയ്യാതിരുന്ന ഡ്യൂട്ടീസ്, വെറുതെ ഇരുന്ന് സന്തോഷത്തോടെ ഉണ്ടും ഉറങ്ങിയും ജീവിച്ചവരാണെങ്കിൽ, അതിൻ്റെ ആലസ്യത്തിൽ ജീവിച്ചവരാണെങ്കിൽ, മറ്റുള്ളവരുടെ കർമ്മഫലം കൊണ്ട് മറ്റുള്ളവർ ചെയ്ത ജോലി ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഇതുകൊണ്ട് സുഖമായിട്ട് ആനന്ദമായിട്ട് ജീവിച്ചവരാണെങ്കിൽ ഒന്നും പറയേണ്ട. തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ ശനിയുടെ DNA വന്നിരിക്കും. ഇനി ഈ ജന്മത്തിൽ അങ്ങനെ ചെയ്യുന്നവർക്കും അതൊരു സൂചനയാണ്. അടുത്ത ജന്മം സ്വാഭാവികമായിട്ടും ശനിയുടെ DNA വിടില്ല. ഈ 3 നക്ഷത്രങ്ങളുടെ ലിങ്ക് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും DNA വന്നു ചേരും, ജനിതകടലിൽ വന്നു ചേരും, നിങ്ങൾ ജനിച്ചിരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ റിയാലിറ്റിയിലേക്ക് വരികയും ഒരൊറ്റ ചിന്ത, ഭാഗ്യത്തിന് പുറകെ സഞ്ചരിക്കേണ്ടതില്ല. അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. ഭാഗ്യമെന്നുള്ള വാക്ക് നിങ്ങളുടെ ഇതിൽ നിന്നെടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ട് ഒരൊറ്റ വാക്ക്, ഹാർഡ് വർക്ക്. ഡു ഇറ്റ്. ഹാർഡ് വർക്കോടുകൂടി മുന്നേറുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കൂ. മറ്റാരെയും അവിടെ സഹായത്തിന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. മറ്റൊന്നിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ടതുമില്ല. അത് ദൈവങ്ങളായിട്ടുള്ള ഏതൊരു രൂപങ്ങളായാലും ശരി, ദൈവികമായിട്ടുള്ള ഊർജ്ജങ്ങളിൽ നിന്നായാലും ശരി, അതല്പം കഠിനമാണ്, ക്രൂരമാണ് ആ വാക്കുകളെന്നറിയാം. പക്ഷേ പറയാതിരിക്കുവാനാകില്ല. അവിടെ ദൈവികമായിട്ടുള്ള എനർജികൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാര്യം ഇത് ഭൂമിയാണ്. ഇവിടെ കർമ്മ നിയമമുണ്ട്. ആ കർമ്മ നിയമങ്ങളിൽ നിന്നും മാറി ആർക്കും മുന്നേറാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം.
അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്, 1% ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പണ്ടുള്ള മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ നമുക്ക് പലപ്പോഴും പറഞ്ഞു തന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്താണ്? അവനവൻ കഷ്ടപ്പെട്ടാൽ അവനവന് കൊള്ളാം, അവനവൻ കഷ്ടപ്പെട്ടാൽ അവനവന് കൊള്ളാം. അതുതന്നെയാണ് ഇവിടെ എനിക്കും ആവർത്തിച്ച് പറയാനുള്ളത്. നിങ്ങൾ കഷ്ടപ്പെടുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. ഇനി വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ അറിവുകളിലേക്ക്, തിരിച്ചറിവുകളിലേക്ക് സഞ്ചരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു. മാസ്റ്റർ അരുണാചലം, അരുണം സ്കൂൾ ഓഫ് മിസ്റ്റിസിസം.